അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അൾട്ടിമേറ്റ് കീറ്റോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ബട്ടറോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഇനി എല്ലായിടത്തു നിന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ മുട്ട വെച്ചിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ അതൊന്ന് ഈ പാനിലൊന്ന് വേവിച്ചെടുക്കാവേ. പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് സമൂസ മസാലയാണ്. അതിനകത്ത് എല്ലാ ഉപ്പും എരിവും ഒക്കെ നല്ല ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഇവിടെ ഓംലെറ്റിലേക്ക് എരിവൊന്നും ഇട്ടിട്ടില്ല. ഇനി ഒരു 4-5 സ്പൂണ് സമൂസ മസാല ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ബീഫിൽ തയ്യാറാക്കിയ സമൂസ മസാലയാണ്. ഇതിനകത്ത് അത്യാവശ്യം ഉള്ളിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഓംലെറ്റിലേക്ക് ഞാനിവിടെ ഉള്ളി ഇടാഞ്ഞത്. ഇനി ഇതിന് മുകളിലേക്ക് 2 ചീസ് സ്ലൈസസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 2 സൈഡിൽ നിന്നും ഓംലെറ്റിനെ അതിൻ്റെ മുകളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനൊന്നുകൂടി മറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഇതിനെ ചട്ടവും കൊണ്ട് എടുത്തിടുമ്പോൾ ചിലപ്പോൾ മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, പാന് പൊക്കിയിട്ട് പ്ലേറ്റിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ പാനിൽ പറ്റി പിടിച്ച ചീസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അൾട്ടിമേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഇംഗ്ലീഷിലുള്ള ഈ റെസിപ്പി കാണുമ്പോൾ അതിനകത്തേക്ക് സോസേജും ബേക്കനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാടൻ സമൂസ മസാല ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് റോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ചൂടാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ആ പാനിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 2 കപ്പ് ബട്ടർ കോഫിക്ക് വേണ്ടിയിട്ട് വെള്ളം തിളക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 സ്പൂണ് കൂടുതൽ വെള്ളം വെക്കും. ഇനി ഇതിലേക്ക് എൻ്റെ കയ്യിലുള്ള കോഫി ബീന് പൊടിച്ചെടുത്തതാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണാണ് ഇതെടുക്കാറുള്ളത്. ഇൻസ്റ്റൻറ്റ് കോഫി ആണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച് ഫ്ലെയിം ഓഫ് ചെയ്താൽ അതിനകത്തേക്ക് കോഫി പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ഒരു കോഫി പൊടി നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. ഒരു 1-1.5 മിനിറ്റ് തിളപ്പിക്കണം. എന്നാൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആ വെള്ളത്തിലൊന്ന് പിടിച്ചു കിട്ടുള്ളൂ. 1.5 മിനിറ്റോളം ഇതിവിടെ തിളച്ച് കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇത് അരിക്കാൻ നമ്മുടെ കോഫി ടിഷ്യൂ വേണം, അത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ വലുതായിട്ടുള്ള തരികളൊക്കെ ഒന്ന് താഴെ അടിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ബട്ടർ ഇതാണ്, ഫ്രഗൻറ്റോ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പം ഡേറ്റിൽ വന്നതിന് ശേഷം ഈ ഒരു സമയത്ത് 2 വർഷം ആവാനായി. ഈ സമയത്താണ് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല ബട്ടറാണ്, നല്ല ബ്രാൻഡാണ്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ സീൽഡ് ആയിട്ടാണ് വരിക. അത് തുറന്നിട്ട് ഇതിപ്പം 200 ഗ്രാമിൻ്റെയാണ്. അതിനെ ഞാൻ തുല്യ അളവിലുള്ളൊരു 8 പീസാക്കിയിട്ട് മുറിച്ചെടുക്കും. അപ്പം നമ്മുടെ കയ്യിലുള്ള ബട്ടർ ഏതായാലും നമ്മൾ മുറിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എടുത്തിട്ടുണ്ടാക്കുമ്പോൾ എളുപ്പമാണ്. എല്ലാ ദിവസവും മുറിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ തുല്യ അളവിലുള്ള 4 കട്ട് ചെയ്യും. പിന്നെ നടുക്കൽ 1 കട്ട് ചെയ്യും. ചെറുതായിട്ട് ചെറിയ ഏറ്റക്കുറച്ചിലുകളും മുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും സാരമാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അളന്ന് മുറിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ അത് 8 പീസാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 പീസാണ് ഞാൻ ബട്ടർ കോഫിയിലേക്ക് എടുക്കുന്നത്. ഇനി ഞാനൊരു ഗ്ലാസ് ജഗ്ഗിലേക്കാണ് ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ബട്ടർ കോഫി അടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കോഫി ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ഇതിൻ്റെ അടിഭാഗം, അതായത് ചണ്ടി വരുന്ന ഭാഗം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നന്നായിട്ട് ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ അടിച്ചെടുക്കുകയാണ്. 1-2 മിനിറ്റോളം ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഒരു എണ്ണമയമോ അല്ലെങ്കിൽ ബട്ടറാണ് ഇതിലിട്ടിട്ടുള്ളത് എന്ന് തോന്നുകയില്ല. കണ്ടില്ലേ, നല്ല പാലൊഴിച്ച കാപ്പി ആയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത കോഫി ബീൻ്റെ ഒരു നിറമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. അതേസമയം ഇൻസ്റ്റൻറ്റ് കോഫി ആണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഡാർക്ക് നിറം കിട്ടും കേട്ടോ. ഇന്നെടുത്ത കപ്പ് ഇത്തിരി ചെറുതായത് കൊണ്ട് അല്പം ജഗിൽ തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചീസും സമൂസ മസാലയും ഓംലെറ്റും എല്ലാം കൂടി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. രാവിലെ തന്നെ ഇങ്ങനെ ചീസ് അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിൻ്റെ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ നേരത്തേക്ക് വിശക്കേ ഇല്ല. ഒരു
2 മണി 3 മണി വരെ നമുക്ക് വിശക്കില്ല. ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി അനുഭവമായിരിക്കും. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഡെയിലി ഓംലെറ്റ് മാത്രം കഴിച്ച് മടുക്കണ്ട, ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് കൂടി ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തേക്കണേ. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.